ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കാനുള്ള ഒരു രേഖ എന്ന നിലയിൽ നിന്നും ഇന്ത്യയിലെ ഏറ്റവും നിർണായകമായ സാമ്പത്തിക തിരിച്ചറിയൽ രേഖ എന്ന പദവിയിലേക്ക് പാൻ കാർഡ് എന്ന് മാറിക്കഴിഞ്ഞു. സാധാരണക്കാരന്റെ ബാങ്ക് അക്കൗണ്ട് മുതൽ കോടികളുടെ സ്വത്തിടപാടുകൾ വരെ നീളുന്ന സാമ്പത്തിക മേഖലയിൽ സുതാര്യത ഉറപ്പാക്കാനാണ് പാൻ കാർഡ് വിവരങ്ങൾ സർക്കാർ നിർബന്ധമാക്കിയിരിക്കുന്നത്. ആദായ നികുതി ചട്ടങ്ങളിലെ റൂൾ 114B പ്രകാരം ഉയർന്ന മൂല്യമുള്ള നിശ്ചിത ഇടപാടുകളിൽ പാൻ വിവരങ്ങൾ നൽകുന്നത് ഇപ്പോൾ അനിവാര്യമാണ്. നികുതി വെട്ടിപ്പ് തടയുന്നതിനും പല തോതിലുള്ള പണമിടപാടുകൾ കൃത്യമായി നിരീക്ഷിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കിയതോടെ പാൻ കാർഡിന്റെ പ്രസക്തിയും വർദ്ധിച്ചിട്ടുണ്ട്. ബാങ്കിംഗ് മേഖല പരിശോധിച്ചാൽ പുതിയ അക്കൗണ്ടുകൾ തുടങ്ങുന്നതിനും ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്തുന്നതിനുമായി ഡിമാറ്റ് അക്കൗണ്ടുകൾ ആരംഭിക്കുന്നതിനും പാൻ കാർഡ് നൽകണം. നിക്ഷേപങ്ങളും മറ്റ് ബാങ്കിംഗ് ഇടപാടുകളും കൃത്യമായി നിരീക്ഷിക്കാൻ പാൻ സഹായിക്കുന്നുണ്ട്. കൂടാതെ ഭവന വായ്പയോ വ്യക്തിഗത വായ്പയോ മുതൽ ക്രെഡിറ്റ് കാർഡിന് അപേക്ഷിക്കുമ്പോൾ വരെ പാൻ വിവരങ്ങൾ നൽകേണ്ടതുണ്ട്. അപേക്ഷകന്റെ മുൻകാല സാമ്പത്തിക ചരിത്രവും തിരിച്ചടവ് ശേഷിയും ബാങ്കുകൾക്ക് വിലയിരുത്താൻ ഇത് സഹായകമാകുന്നുണ്ട്. വലിയ തുകകളുടെ ക്യാഷ് ഇടപാടുകളിലും നിയന്ത്രണങ്ങൾ കടുപ്പമാണ്. ഹോട്ടലുകളിലോ റെസ്റ്റോറന്റുകളിലോ 50,000 രൂപയ്ക്ക് മുകളിലുള്ള പണമിടപാടുകൾ നടത്തിയാൽ പാൻ വിവരങ്ങൾ നൽകേണ്ടി വരും. സമാനമായ രീതിയിൽ 50,000 രൂപയ്ക്ക് മുകളിലുള്ള ബാങ്ക് ഡ്രാഫ്റ്റോ പേ ഓർഡറോ നേരിട്ട് പണം നൽകി വാങ്ങുമ്പോഴും പാൻ നിർബന്ധമാണ്. വിപണിയിലെ വലിയ വാങ്ങലുകൾക്കും പാൻ കാർഡ് അനിവാര്യമാണ്. 2 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ആഭരണങ്ങളോ ആഡംബര വസ്തുക്കളോ വാങ്ങുകയോ അല്ലെങ്കിൽ യാത്രാ ചെലവുകൾക്കായി ഇത്രയും വലിയ തുക ചെലവാക്കുകയോ ചെയ്യുമ്പോൾ പാൻ വിവരങ്ങൾ പർച്ചേസ് സമയത്ത് നൽകേണ്ടതുണ്ട്. സ്വത്തിടപാടുകളുടെ കാര്യത്തിലും നിബന്ധനകൾ ശക്തമാണ്. 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഭൂമി വീടിടപാടുകളിൽ വാങ്ങുന്നവരും വിൽക്കുന്നവരും പാൻ വിവരങ്ങൾ കൈമാറണം. 10 ലക്ഷത്തിൽ താഴെയുള്ള ഇടപാടാണെങ്കിലും അതിന്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി മൂല്യം ഈ പരിധി കടന്നാലും നിയമം ബാധകമാവും. കൂടാതെ ഓഹരി വിപണിക്ക് പുറത്തുള്ള അൺലിസ്റ്റഡ് ഷെയറുകൾ 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള മൂല്യത്തിൽ കൈമാറ്റം ചെയ്യുമ്പോഴും പാൻ കാർഡ് നിർബന്ധമാണ്. പാൻ കാർഡിന് അപേക്ഷിക്കുന്ന രീതികളിലും ഇപ്പോൾ ആദായ നികുതി വകുപ്പ് പ്രധാന മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. 2026 ഏപ്രിൽ 1 മുതൽ നിലവിൽ വരുന്ന പുതിയ നിയമപ്രകാരം ആധാർ കാർഡ് മാത്രം ഉപയോഗിച്ച് പാനിന് അപേക്ഷിക്കാനാകില്ല. ജനന തീയതി തെളിയിക്കുന്നതിനായി ജനന സർട്ടിഫിക്കറ്റ്, വോട്ടർ ID, 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവയിൽ ഏതെങ്കിലും ഒന്നുകൂടി അപേക്ഷയ്ക്കൊപ്പം സമർപ്പിക്കേണ്ടി വരും. ചുരുക്കത്തിൽ വെറുമൊരു നികുതി രേഖ എന്നതിലുപരി ബാങ്കിംഗ്, നിക്ഷേപം, സ്വത്ത് വാങ്ങൽ തുടങ്ങി എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെയും താക്കോലായി പാൻ കാർഡ് മാറിയിരിക്കുകയാണ്. കൃത്യമായ ഇടപാടുകളിൽ പാൻ നൽകുന്നതിൽ വീഴ്ച വരുത്തിയാൽ ഇടപാടുകൾ തടസ്സപ്പെടുകയോ നിരസിക്കപ്പെടുകയോ മാത്രമല്ല വലിയ തുക പിഴയായി നൽകേണ്ടി വരികയും ചെയ്തേക്കാമെന്നാണ് വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നത്.